ഹായ് ഗായ്സ്, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയണമെന്ന് തോന്നി. ആൻഡ് ഇറ്റ് ഇസ് ലൈക്ക് ഐ വാസ് 2 ദിവസമായിട്ടൊരു ചെറിയ മാനസിക ബുദ്ധിമുട്ട്. കാരണം നവാസിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 മനുഷ്യരാണ്, രഹനയും നവാസിക്കയും. കാരണം അവർ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, നല്ലൊരു ഫാമിലി ലൈഫ്, നല്ല രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മാതൃകാ ദമ്പതിമാരായിട്ട് ജീവിച്ചു വരുവാണ്. അപ്പോൾ ഒരു ചെറിയ അശ്രദ്ധ അല്ലെങ്കിൽ എന്തോ ചെയ്യാം, വർക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആവുന്നല്ലോ, അങ്ങനെ എന്തോ സംഭവിച്ചതാണ് ആയിരിക്കാം. അപ്പോൾ ഇനി അങ്ങനെ ആരും വരാതിരിക്കട്ടെ. കാരണം നമ്മൾ ഒരുപാട് നാൾ കൂടെ ജീവിച്ച ഒരാൾ പെട്ടെന്ന് അങ്ങനെ ഇങ്ങ് അപ്രത്യക്ഷമാവുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഐ ഫീൽ ദാറ്റ് പെയിൻ. അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചില സമയങ്ങളിൽ ഈ നെഞ്ചുവേദന അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഗ്യാസ് കൊണ്ടും മസിൽ പെയിൻ കൊണ്ടും ഒക്കെ നെഞ്ചുവേദന വരാം. അപ്പോൾ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഗ്യാസിനുള്ള ഗുളികകൾ കഴിക്കും. ഞാനിങ്ങനെ അധികം പേഷ്യൻസിനെ 10-20 വർഷമായിട്ട് കാണുന്നതുകൊണ്ട് ഇതിൻ്റെ സിംറ്റംസൊക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഈ അറ്റോമിക് എനർജി എന്നും പറയുന്നുണ്ട്, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അത് ടൈനി ചേഞ്ചസ് റിമാർക്കബിൾ റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സിംറ്റം കാണുമ്പോൾ അടുത്ത വേറൊരാളെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളെ അത് ഓർമ്മപ്പെടുത്തുമോ ഇതാണ് സിംറ്റം. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഗ്യാസ് നെഞ്ചിൽ കയറിയിട്ടാണ് നെഞ്ചുവേദന വരുന്നത് നമ്മൾ ചിന്തിക്കും. പിന്നെ മസിൽ പെയിൻ ആയിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഓരോ മരുന്നുകൾ ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ നമ്മളെന്തോ വിചാരിക്കും ആ മരുന്ന് കഴിച്ചിട്ടാണ് ഇത് പോയത്, അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമാണ്, ഇനി ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കും. ആക്ച്വലി ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു പെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചിനകത്ത് ഒരു കുറച്ച് വെയിറ്റ് വെച്ചതുപോലെ തോന്നും. ഒരു 20 കിലോ വെയിറ്റ് എടുത്ത് വെച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ടൈറ്റായിട്ടൊരു ബെൽറ്റ് കെട്ടി വെച്ച് മരിഞ്ഞു മുറുകിയാൽ അങ്ങനെ ഒരു ടൈറ്റ്നെസ് ഉണ്ടാവുന്ന പെയിനാണ് അങ്ങനെ ഒരു ടൈറ്റ്നെസ് ഉണ്ടാവുന്ന പെയിനാണ് ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇടത് ഭാഗത്ത് വരും, ഇടത് കയ്യിൽ ചിലപ്പോൾ വരും, അത് പുറം ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്യും, പുറം ഭാഗത്തേക്ക് പോവും, ചിലപ്പോൾ കഷത്തിൽ പെയിൻ ഉണ്ടാകും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി, ഈ ഗ്യാസിൻ്റെ പെയിനും ഇതിനെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി, ഒരു സ്റ്റെപ്പ് കയറുക, അപ്പോൾ ആ സ്റ്റെപ്പ് കയറുന്ന ഒരു ദിവസം നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുക, അതൊരു ലക്ഷണമാണ്. പിന്നെ ഹൃദയമിടിപ്പ് നമുക്ക് ക്രമാതീതമായിട്ട്, ചിലപ്പോൾ 60 ഒക്കെയാണ് നോർമലെങ്കിൽ അതിൽ കൂടുതലായിട്ട് നമുക്ക് തോന്നും. പിന്നെ നമ്മൾ അടുത്തത് രാത്രി നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമ്മളൊന്ന് എണീറ്റ് നിൽക്കുമ്പോൾ അത് പോകും. ഈ വേദന വന്നിട്ട് പോകും ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ പെയിൻ വരുമ്പോൾ പെട്ടെന്ന് പോയൊരു ഗ്യാസിൻ്റെ മരുന്ന് എടുത്ത് കഴിച്ചിട്ട് അപ്പോൾ അതങ്ങ് ചിലപ്പോൾ പോവുമായിരിക്കും. അപ്പോൾ നമ്മൾ അത് അങ്ങനെ അത്രയും ശ്രദ്ധയില്ലാതെ ചെയ്യരുത്. തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് കിടക്കുന്ന ആരാണോ അവരെ ഇൻഫോം ചെയ്യുക, ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുക. മുൻവിധി ഇത് ഗ്യാസാണ്, ചിലപ്പോൾ ഈ വേദന തന്നെ ഇതിങ്ങനെ വന്നിട്ട് പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിക്കുന്ന മരുന്നിൻ്റെ ഇതുകൊണ്ടാണ് അത് ഗ്യാസാണ് പോയതെന്ന്. അല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് വന്നിട്ട് പോവും, ഇടത് സൈഡിലോട്ട് റേഡിയേറ്റ് ചെയ്യും, കഷത്ത് പെയിൻ വരും, പുറം ഭാഗത്ത് പെയിൻ വരും, ഇങ്ങനെ വരും. നമ്മൾ കിടക്കുമ്പോൾ ഒരു ലൈൻ ഡൗൺ പൊസിഷനിൽ പെയിൻ ഉണ്ടാവും, എണീറ്റ് നിൽക്കുമ്പോൾ പെയിൻ കുറയും. ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. എന്നിട്ട് ഇത് ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ മരുന്നിട്ട് ഞാൻ തന്നെയും പലരോടും പറയുമ്പോൾ, ഈ മെഡിക്കൽ പേഴ്സൺസിന് നമ്മളിങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മുടെ തലയിൽ അത് റെക്കോർഡഡ് ആവും. ഇനി അടുത്ത അതുപോലെ ഒരു ലക്ഷണം വരുമ്പോൾ നമുക്ക് ബ്രെയിൻ നമുക്ക് ഇൻഡിക്കേഷൻ തരും, അതാണ് നീ പോയി പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് മുൻവിധി എടുക്കാതെ ഒരു പെയിൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡോക്ടറെ പോയി കണ്ട് അവരപ്പം ECG എടുപ്പിക്കും. പിന്നെ ചിലപ്പം
ട്രോപ്പോണിൻ ടെസ്റ്റൊക്കെ ചെയ്യും, TMT ഒക്കെ ചെയ്യും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആൻജിയോഗ്രാം, ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നോക്കുന്ന ടെസ്റ്റൊക്കെ ചെയ്യും. ഡെഫിനറ്റായിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണണം. നാളെ നിന്ന് ഒരിക്കലും മാറ്റി വയ്ക്കുകയും ചെയ്യരുത്. ഈ നാളെ നിന്ന് മാറ്റി വെക്കുമ്പോഴുണ്ടാകുന്ന നമുക്ക് അധിക ചിലവുണ്ടാവും. ഏറ്റവും കൂടുതൽ നമുക്ക് കാശ് നഷ്ടം ഉണ്ടാവും. നമ്മൾ സന്തോഷത്തോടു കൂടി ഭൂമിയിൽ ജീവിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു വിട്ടേക്കുക. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. നാളെ അങ്ങനെ ഒരു പെയിൻ ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നാളെ നീട്ടി വെക്കാതെ പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം കണ്ടുപിടിക്കുക, ഡോക്ടറെ കാണാൻ പോവുക. പിന്നെ ഈ പറയും പോലെ നെഞ്ചുവേദന ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു, പടികൾ കയറാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, കിടക്കുമ്പോൾ ശ്വാസം മുട്ടലുണ്ടാകുന്നു, എണീറ്റ് നിൽക്കുമ്പോൾ മാറുന്നു, ഇങ്ങനെയുള്ള സിംറ്റംസ് വരുവാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള പരിഹാരം കാണേണ്ടതാണ്. ഇതൊരു റിക്വസ്റ്റാണ്. അതുപോലെ വേറൊരു റിക്വസ്റ്റ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ വൈറ്റമിൻ D, കാർഡിയാക് ഡിസീസസ് എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യും എന്നാണ് പറയുന്നത്, റിസർച്ചസ് പറയുന്നത്. അപ്പോൾ D ചിലപ്പോൾ ഈ കാർഡിയാക് മസിൽസിനെ അഫക്റ്റ് ചെയ്യുമോ എന്ന് അങ്ങനെ ഒരു സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വൈറ്റമിൻ പാനൽ ചെക്കപ്പ്, ഒരു 40s ഒക്കെ കഴിയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറയുന്നത് കറക്റ്റ് ചെയ്ത്, വൈറ്റമിൻ D കുറഞ്ഞു കഴിഞ്ഞാൽ എല്ല് വളഞ്ഞു, തൈറോയിഡിന് ക്യാൻസറും റിസർച്ചസ് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ വൈറ്റമിനും ഓരോ ഡെഫിഷ്യൻസി ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് എല്ലാ വൈറ്റമിൻസും കിട്ടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ചില പച്ചക്കറികളും ഒന്നും കഴിക്കാറില്ല. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്ത് എവറി 6 months അല്ലെങ്കിൽ 1 year ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് എത്ര പൈസയാവും നമ്മൾ ചിലവാക്കുന്ന, അതിനൊരു പൈസ നീക്കി വെച്ചിട്ട് പൈസ അറ്റ്ലീസ്റ്റ് ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. ഒരു ECG എങ്കിലും എടുത്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്ക് ഡയബറ്റിക് ഫുഡ്, അതുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊരു റിക്വസ്റ്റാണ്. കാരണം നമുക്ക് ഭയങ്കര പെയിൻ ഉണ്ട് നവാസിക്ക പോയത്. അപ്പോൾ രഹനയ്ക്ക് എന്തോരം പെയിൻ ഉണ്ടാവും. എത്ര രഹനന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. രഹനന്മാരോടുള്ള അഭ്യർത്ഥനയാണ്, ആണുങ്ങൾ ജോലിക്ക് പോകുന്ന, അവർക്ക് പൈസ ഉണ്ടാക്കുന്ന ടെൻഷനിൽ അവരിതൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നമ്മളും ശരി, പെണ്ണുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക. തിരിച്ച് ആണുങ്ങൾക്ക് രാവിലെ 4 മണിക്ക് വീട്ടിൽ ജോലി തുടങ്ങുന്ന ഒരു വീട്ടമ്മ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. നിങ്ങൾക്കും തിരിച്ച് ഓർമ്മിക്കാം. മോർണിംഗ് നിങ്ങൾക്കൊരു ഇടവേള കിട്ടും, അല്ലെങ്കിൽ രാത്രി ഒരു ബെഡ് നമ്മൾ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സമയം കിട്ടുമ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചാൽ നമുക്ക് എളുപ്പം ഒരു പരിഹാരം കണ്ടുപിടിക്കാം. സോ താങ്ക് യു സോ മച്ച്. റിക്വസ്റ്റ് ആണ്, എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ബൈ.